മുൻപ് പൃഥ്വിരാജിനെ പറ്റി ഞാൻ ചെയ്തൊരു വീഡിയോയിൽ ഇദ്ദേഹത്തിന്റെ ബോഡിയും മസിലും ലുക്കും ഒക്കെ കണ്ടിട്ട് ആളുടെ ഫാനായ കാര്യം ഞാൻ പറഞ്ഞിരുന്നു. പക്ഷേ കാലങ്ങൾക്ക് ശേഷം ഞാൻ ഇവോൾവ് ചെയ്തിട്ടും അദ്ദേഹത്തെ കാണുന്ന രീതിയിൽ ഒരു മാറ്റവും ഉണ്ടായില്ല. പക്ഷേ ഇത്തവണ അതിന് കാരണം ബോഡിയോ മസിലോ ഒന്നുമല്ല, മറിച്ച് പുതിയ പുതിയ സംഗതികൾ ഒത്തന്റിക് ആയിട്ട് നമ്മുടെ മുന്നിലേക്ക് എത്തിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ്. അതിന്റെ ഏറ്റവും നല്ലൊരു ഉദാഹരണമായിരുന്നു ആഡം ജോൺ എന്ന് പറയുന്ന ഈ സിനിമ. ഇക്കണ്ട പ്രായത്തിനിടയ്ക്ക് മിനിമം 1000 സിനിമയെങ്കിലും ഞാൻ കണ്ടിട്ടുണ്ടാവും. അങ്ങനെയുള്ള എനിക്ക് പുതിയൊരു സിനിമ കാണാനിരിക്കുമ്പോൾ ഒരു ബേസിക് എക്സ്പെക്ടേഷൻ മാത്രമേ ഉള്ളൂ, ഇതുവരെ കാണാത്ത എന്തെങ്കിലും ഒന്ന് അതിലുണ്ടായിരിക്കണമെന്ന്. അതിപ്പോ കഥ തന്നെ ആയിരിക്കണമെന്നില്ല, അതിപ്പോ ലൊക്കേഷൻസോ അല്ലെങ്കിൽ പ്രത്യേകം എന്തെങ്കിലും ഒരു സീനോ ആയാലും മതി. എന്നാൽ എല്ലാ മേഖലയിലും പുതുമയും ഒത്തന്റിസിറ്റിയും തന്നൊരു സിനിമയായിരുന്നു ഇത്. എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ആദ്യമായിട്ട് ഈ സിനിമയ്ക്കായിരിക്കും പ്രൊമോഷണൽ മെറ്റീരിയലായി ഒരു സോങ് റിലീസ് ചെയ്യുന്നതിന് മുമ്പ് മ്യൂസിക് ഡയറക്ടറും ആക്ടറും ഒക്കെ ഹൈപ്പ് കൊടുത്തുകൊണ്ട് ഒരു ടീസർ പുറത്തിറങ്ങുന്നത്. ഒടുക്കം പാട്ട് റിലീസായപ്പോൾ അവർ കൊടുത്ത ഹൈപ്പിനോട് നീതി പുലർത്തുന്ന ഒരു സംഭവം തന്നെയായിരുന്നു അത്. ആ കാലത്ത് ഞാൻ ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് അടിച്ച് കേട്ടിരുന്നത് ഈ സിനിമയിലെ കാർത്തിക് പാടിയ ഈ കാറ്റ് വന്ന് കാതിൽ പറഞ്ഞു എന്ന ആ സോങ് ആയിരുന്നു. ഇനി നമ്മൾ വീണ്ടും പടത്തിലേക്ക് വന്നാൽ, ഇതുപോലൊരു സബ്ജക്ട് അതിന്റെ വിശ്വാസ്യത കൂട്ടുന്ന രീതിയിലുള്ള ഒരു ലൊക്കേഷനിൽ പോയി അതുപോലെ ഒരു സെറ്റിംഗിൽ ചിത്രീകരിച്ച വേറൊരു മലയാളം പടം ഉണ്ടെന്ന് തോന്നുന്നില്ല. ഇതേ സംഭവം അവർക്ക് വേണമെങ്കിൽ കൊച്ചിയിൽ നിന്ന് തുടങ്ങി മൂന്നാറിൽ കൊണ്ടുപോയി അവസാനിപ്പിക്കാമായിരുന്നു. ബട്ട് ദേ ചൂസ് ടു കീപ് ബെറ്റർ പ്രൊഡക്ഷൻ വാല്യൂ. ബട്ട് എനിവേസ്, ഞാൻ ഇത്ര പൊലിപ്പിച്ച് പറഞ്ഞിട്ടും വലിയ കാര്യമൊന്നുമില്ല. ബിക്കോസ് ഞാൻ ഇതിന്റെ ബോക്സ് ഓഫീസ് റിസൾട്ട് എടുത്ത് നോക്കിയപ്പോൾ സംഗതി ഒരു ഹിറ്റ് തന്നെയാണ്. പക്ഷേ 20 കോടിക്കും താഴെ മാത്രമാണ് ഈ സിനിമയുടെ കളക്ഷൻ. ഒപ്പം ഇതൊരു ക്ലാഷ് റിലീസ് ആയിരുന്നു. ആ ക്ലാഷിലെ വിന്നറും ഇതായിരുന്നില്ല. എന്ന് വെച്ചാൽ മലയാളികളുടെ മുന്നിൽ ഒരു സാധനം കൊണ്ടുവരുമ്പോൾ അത് എത്ര തന്നെ ഔട്ട് ഓഫ് ദ ബോക്സ് സംഭവമാണ്, യുണീക്ക് ആണ്, ഒതന്റിക് ആണെന്നൊക്കെ പറഞ്ഞാലും ഒരു മലയാളി തനിമയും കേരള പശ്ചാത്തലവും ഇല്ലാത്ത സംഗതികളെ ഒരു പരിധിയിൽ കൂടുതൽ മലയാളികൾ പ്രോത്സാഹിപ്പിക്കില്ല. പക്ഷെ ഇതുപോലൊരു സംഗതിക്ക് ഒരു സ്കോട്ട്ലാൻഡ് പശ്ചാത്തലമായിരിക്കും നല്ലത് എന്നൊന്നും അവർ ചിന്തിക്കില്ല. അതുകൊണ്ട് തന്നെ ഒരു പരിധിക്കപ്പുറം ഇതുപോലുള്ള സിനിമകൾ എടുക്കാൻ ആരായാലും ഇവിടെ മടിക്കും.